യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കി അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ നേതാക്കളും. സെലൻസ്കി വീണ്ടും യൂറോപ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. യുദ്ധം അവസാനിപ്പിച്ചാൽ യുക്രൈന് സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, കുറേ നാളുകളായുള്ള ശ്രമമാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത്. പലവിധ കാരണങ്ങളാൽ അത് ശ്രമം ഫലിക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഫോർമുലകൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ യുക്രൈൻ്റെ ഈ വിഷയത്തിലെ നിലപാട്? നേരത്തെ അമേരിക്ക മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും യുക്രൈൻ തള്ളിക്കളഞ്ഞിരുന്നുവല്ലോ. രഞ്ജിത്ത്, ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയാണ് ബെർലിനിൽ വെച്ച് വളരെ നിർണായകമായിട്ടുള്ള ചില ചർച്ചകൾ യുക്രൈനും അതുപോലെ തന്നെ US പ്രതിനിധികളുമായിട്ട് നടന്നത്. US-ന്റെ വിദേശ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനായിട്ടുള്ള ഈ ജാരഡ് കുഷ്ണർ, ഇവർ രണ്ടുപേരുമായിരുന്നു പ്രധാനമായിട്ടും US-ന്റെ തലത്തിൽ നിന്നുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത്. അതുപോലെ തന്നെ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പ് മിലിറ്ററി ജനറലും അതുപോലെ തന്നെ US-ന്റെ എയർഫോഴ്സ് ജനറലും ഈ ചർച്ചയിലുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുകയാണെങ്കിൽ യുക്രൈന് US പ്രത്യേക സംരക്ഷണം നൽകും എന്നുള്ള ഒരു കാര്യമാണ്. US ഇത് സംബന്ധിച്ച ഒരു ഉറപ്പും യുക്രൈന് നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇന്നലെ ബെർലിനിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഈ US പ്രതിനിധികൾക്ക് പുറമെ മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വഴി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ അത്താഴ വിരുന്നിൻ്റെ സമയത്ത് പങ്കെടുത്തിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. US-ന്റെ പ്രധാനപ്പെട്ട ഉറപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യുക്രൈൻ പൂർണ്ണമായിട്ടും ഈ നാറ്റോ അംഗത്വം വേണം എന്നുള്ള ആവശ്യം ഉപേക്ഷിക്കണം. അത് ഏറെക്കുറെ യുക്രൈൻ ഉപേക്ഷിച്ച മട്ടാണ്. നേരത്തെ തന്നെ ഇപ്പോൾ സെലൻസ്കി ഉൾപ്പെടെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ നാറ്റോ അംഗത്വം വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് യുക്രൈൻ ഇപ്പോൾ ഏറെക്കുറെ എത്തിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ നാറ്റോ അംഗത്വത്തിന് പകരമുള്ള ഒരു സംരക്ഷണം, അതാണ് US വാഗ്ദാനം ചെയ്യുന്നത്. അതായത് നാറ്റോയുടെ ക്ലോസ് 5 പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാറ്റോയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ മറ്റ് രാജ്യങ്ങൾ ആ ആക്രമണത്തെ ചെറുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഒരു രീതിയിൽ യുക്രൈന് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ US അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് US നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ യുക്രൈൻ സേനയെ ശക്തമാക്കാനുള്ള ഒരു നടപടിയും ഇവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ ലെഡായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ ഫോഴ്സ് അത് യുക്രൈനുള്ളിൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഉറപ്പും US നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായ ഭിന്നതകൾ ഇതിനിടയിൽ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, യുക്രൈൻ ഇപ്പോഴും അവരുടെ നിർണായകമായിട്ടുള്ള ഡോൺബാസ് മേഖലയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ആ മേഖല പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം റഷ്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് യുക്രൈൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല.